രൂപതാധികാരികൾ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ പോയത്. ഇതിനു മുമ്പ് ചുള്ളിയച്ചൻ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ നിന്നത്. ഇവിടുത്തെ ഇടവക്കാർ പറഞ്ഞ് ഞങ്ങൾ പ്രശ്നത്തിലൂടെ വന്നിട്ടുണ്ടെന്ന്. ഇതേവരെ വന്നിട്ടില്ല. ഇതും പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രതിഷേധം മാത്രമാണത്. ഞങ്ങൾ സമാനമായിട്ട് പ്രതിഷേധിക്കുന്നത്. യേശു അതല്ല പറഞ്ഞത്. യേശു ജനങ്ങളുടെ ഒപ്പമായിരുന്നു. യേശുവിനെ പിന്തുടർന്ന് പറയുന്നു, പക്ഷെ സുഖസൗകര്യങ്ങൾ പുറത്താണ് ഇവര്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സഭ എന്ന് പറയുന്നത് വിശ്വാസികളുള്ള ഒരു സമൂഹമാണ്. വിശ്വാസികളില്ലെങ്കിൽ ഈ അച്ഛന്മാരും ബിഷപ്പുമാരും അവരുടെ സുഖസൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ പിച്ചപ്പണത്തിലാണ് ഇവര് സൂഹിക്കുന്നത്. അതെ അതെ, ഞങ്ങളില്ലാണ്ട് ഇവർക്ക് സൂഹിക്കാനൊന്നും ഞങ്ങളെ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ വലിയൊരു പ്രക്ഷോഭാഗ്യങ്ങൾ മാറ്റും. ഞങ്ങൾ ഈ സംഭവം ഞങ്ങൾ രൂപത മുഴുവൻ അറിയിക്കും. കാരണം വിശ്വാസികൾ വേണം. വിശ്വാസികളിലും തലയിൽ ചവിട്ടി നിന്നിട്ടാണ് ഇവരൊക്കെ ആൾക്കാരായത്. ഇപ്പൊ രൂപതയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ പണിയാനായിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പണിയുന്നുണ്ട്. ഒരു 10,000 രൂപ വെച്ച് തന്നെ, എന്നാലാണ് നമുക്ക് അതിനകത്ത് അടുത്ത തവണത്തേക്ക് കയറ്റി ചേർക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഫണ്ട് മേടിച്ചിട്ട് പള്ളിയിലെ വരുമാനങ്ങളുടെ വിഹിതം മേടിക്കുന്നുണ്ടല്ലോ രൂപതയ്ക്ക്. അപ്പൊ പിന്നെ എന്താണ് അൽമാരയുടെ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റും ഇവർക്ക്? ഇപ്പൊ ഇവർക്ക് ഇവരുടെ സുഖസൗകര്യങ്ങൾ മാത്രം മതിയോ? അൽമായരൊന്നും വേണ്ടേ? ഇത് തന്നെയാണ് ഈ കുർബാന പ്രശ്നത്തിലുണ്ടായത്. അൽമായര കേൾക്കാൻ ഇവർ തയ്യാറല്ല. അതിനവിടെ സംഭവിച്ചത്. അൽമായരില്ല, ഞങ്ങൾ ധാർഷ്ട്യമാണ്. അൽമായർ വേണ്ട, ഞങ്ങളാണ് സഭ എന്നുള്ള ധാർഷ്ട്യമാണ്. സമരമാണ്, പള്ളിയൊക്കെ പൂട്ടിയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് അച്ഛനെ കാണാൻ വന്നിട്ട് ഇപ്പം എന്താക്കി, താക്കോലൊക്കെ കൊടുത്തോ? ഞങ്ങൾ രാവിലെ പറഞ്ഞതുപോലെ നമ്മുടെ മുൻ വികാരിയായിരുന്ന അച്ഛനെ ഞങ്ങൾ ഇന്നലെ പറവൂർ ഫൊറോന പള്ളിയിൽ കൊണ്ടുപോയി ആക്കി. അച്ഛനങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു. പുതിയ വികാരി അച്ഛനെ വേണ്ട നമ്മൾ രൂപതയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛൻ പോയ ശേഷം നല്ല പള്ളി അടച്ചു. ആ താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ വന്നത്. നോമ്പ് കാലമാണ്. നോമ്പിൽ നമുക്ക് നമ്മുടേതായ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. കുർബാനകളും മുടങ്ങാൻ പാടില്ല. വിശ്വാസികൾ എല്ലാവരും പള്ളിയിൽ കുർബാന ഇല്ലാത്തതുകൊണ്ട് തലപ്പള്ളിയായ ആലങ്ങാട്ട് പള്ളിയിലേക്ക് വന്നതാണ്. 9 കുർബാനയ്ക്ക് വന്നു. കുർബാനയ്ക്ക് മാന്യമായിട്ട് വന്നിട്ട് കുർബാന കഴിയുമ്പോൾ അച്ഛൻ്റെ താക്കോല് ഏൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ കുർബാനയ്ക്ക് ഇടയ്ക്ക് തന്നെ അറിയിപ്പുകളുടെ ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ എനിക്കൊരു നിലപാടുണ്ട്. എനിക്ക് ആ പള്ളിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അവിടെ വികാരിയുണ്ട്, അവിടെ സുമത്തേരിയുണ്ട്, പള്ളിയുണ്ട്. ഇവിടെ എനിക്ക് ഈ പള്ളിയുടെ കാര്യം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. രൂപത എന്താ പറയുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. കേസിൻ്റെ പേപ്പറുകൾ ഒപ്പിടാൻ മാത്രമേ പറ്റുള്ളൂ. വേറെ യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല. അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. എന്നിട്ടും ഞങ്ങൾ കുർബാനയുടെ ഇടയിൽ അറിയിപ്പുകളുടെ സമയത്ത് എന്നിട്ടും ഞങ്ങൾ മാന്യമുണ്ടായിരുന്നു. ഞങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ വന്നതാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാന്യമായിട്ട് അച്ഛനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അച്ഛനൊരു 1 മണിക്കൂർ എടുത്തിട്ടാണ് വന്നത് തന്നെ. കുറേ മീറ്റിങ്ങുകൾ പലയിടത്തും പോയി. അവസാനമാണ് ഞങ്ങൾ അച്ഛൻ്റെ മുറിയിൽ കയറിയപ്പോൾ അച്ഛൻ പറഞ്ഞു 5 പേരെ ഇരിക്കാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞു. അതും ഞങ്ങൾ അനുസരിച്ചു. ഞങ്ങൾ 5 പേരും അവിടുത്തെ കൈക്കാരന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം നിങ്ങളുടെ കാര്യത്തിലില്ല. ഇത് എനിക്ക് ഈ ഇടവകയുടെ ആലങ്ങാട് പള്ളിയുടെ കാര്യത്തിൽ മാത്രമാണ് ഉത്തരവാദിത്വം. അവിടെ നിങ്ങൾക്കൊരു പള്ളിയുണ്ട്. അത് കുരിശുപള്ളി ആണെങ്കിൽ കൂടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് പാരിഷ് കൗൺസിലുണ്ട്, നിങ്ങൾക്ക് പൊതുയോഗമുണ്ട്. നിങ്ങൾ പള്ളി പൂട്ടണമെങ്കിൽ നിങ്ങൾ പൊതുയോഗം കൂടി തീരുമാനിക്കണം. അത് അച്ഛനിരിക്കാത്ത പൊതുയോഗമല്ല. നിങ്ങൾ ആ താക്കോല് നിങ്ങൾ ഫൊറോന വികാരിയാണ് ഏൽപ്പിക്കേണ്ടത്. എനിക്കത് താക്കോല് സ്വീകരിക്കാനുള്ള അധികാരം എനിക്കില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ കുരിശുപള്ളിയാണ്, ഞങ്ങളുടെ ഇടവപ്പള്ളി ഞങ്ങൾ ഫൊറോനയിൽ പോയേനെ. ഞങ്ങൾ കുരിശുപള്ളി ഞങ്ങൾ തലപ്പള്ളിയിൽ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു 9 വർഷം മുമ്പ് ഞങ്ങളുടെ പള്ളി നടത്തിയിരുന്ന MCBSന്റെ വികാരി ഇതുപോലെ പള്ളി പൂട്ടി ഇവിടെ താക്കോൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചല്ലോ. ഇപ്പോൾ ഞാനല്ല, മുൻപിൽ വികാരിമാരാണ്. ആരാണെങ്കിലും ആലങ്ങാട് പള്ളി വികാരിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിനു മുമ്പിരുന്ന അച്ഛന്മാരെല്ലാം പറഞ്ഞിരുന്നത് ഞങ്ങളാണ് വികാരി, ഇത് തലപ്പള്ളിയാണ്, നിങ്ങൾ കുരിശുപള്ളിയാണ്, അതിന്റെ വികാരി ഞാനാണെന്നാണ് എന്നുള്ള അച്ഛന്മാർ ചങ്ങോട്ടോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെനിക്കറിയില്ല. മുമ്പിരുന്ന അച്ഛന്മാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ചുമതല ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ പള്ളി ഏൽക്കാൻ പറ്റില്ല. അറിയിപ്പിനിടെ കൂടി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ ഒരുപാട് തലവേദനകളുണ്ട്. ചന്തയുടെ കേസ് നടക്കുന്നുണ്ട്, കൊടുവഴങ്ക സ്ഥലത്തിൻ്റെ കേസ് നടക്കുന്നുണ്ട്. അതൊക്കെ നടത്താണ്ട് അതിനിടെ ഇതുകൂടെ ഏൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതും ആലങ്ങാട്ടുപള്ളിയുടെ പേരുള്ള സ്ഥലം തന്നെയാണ്. അതിന് ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് കേസുകൾ നടത്തിക്കും, അതിൻ്റെ പേപ്പറുകൾ ഒപ്പിട്ട് തരാം, പക്ഷേ വേറെ കാര്യത്തിൽ ഞങ്ങളില്ല, പൈസ തരാൻ പറ്റില്ല, ഒന്നും ഏൽക്കാൻ പറ്റില്ല, പള്ളിയുടെ കാര്യം ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ഈ കാര്യം ചുമതലപ്പെട്ട അച്ഛനെ ഞാൻ ഏൽക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കതറിയാണ്ട് ഞങ്ങൾ ഫൊറോനയിലും പോകാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ കുരിശുപള്ളി ആയതുകൊണ്ട് ഞങ്ങൾ തലപ്പള്ളിനെ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അത് പറ്റില്ല, അങ്ങനെ വരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി. അപ്പോൾ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ അച്ഛനാണെന്ന് പറയുന്നു. ബാക്കി ഞങ്ങൾ എവിടെല്ലാം ഞങ്ങൾ ആ സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ നിങ്ങളത് മൊത്തം MCBSന് കൊടുത്തു. ഞങ്ങളിത് താക്കോൽ വെച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ സ്വീകരിക്കാൻ. അപ്പോൾ അച്ഛൻ്റെ മേശപ്പുറത്ത് താക്കോൽ വെച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി പോകും. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, അവിടെ വെച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ യേശുവിൻ്റെ പാത പിന്തുടർന്നാണ് വന്നത്, യേശുവിനെ പോലെ സഹിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് നിങ്ങളെന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, ഒരു ഭീഷണിയുടെ സ്വരമാണ് പിന്നെ വന്നത്. അപ്പോൾ യേശുവിൻ്റെ അനുയായികൾ യേശുവിനെ പിന്തുടരാന്ന് പറയുകയും ചെയ്യും. അതിനുശേഷം യൂദാസിൻ്റെ സ്വഭാവം നമ്മളോട് കാണിക്കുകയും ചെയ്യുന്ന നിലപാടാണ്. അപ്പോൾ ഈ എരയോട് കൂടെ ഓടുകയും വേട്ടക്കാരൻ്റെ പാത പിന്തുടരുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല.
ഞങ്ങളൊരു തീരുമാനം എടുത്ത് വന്നു, ഞങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാനിരിക്കും, ഞങ്ങളുടെ കാര്യങ്ങളിൽ സഭാ അധികാരികളോ മറ്റുള്ളവരോ ഇടപെടാതെ ഞങ്ങൾ അവസാനിപ്പിക്കുന്ന തീരുമാനം എടുത്ത് വന്നത്. അത് ശക്തമായി ഞങ്ങൾ ആ നിലപാട് മുന്നോട്ട് പോകും. കപ്പ്യാരൊക്കെ വാതിലടയ്ക്കാൻ വന്നു, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അതിനകത്ത് തന്നെ ഇരിക്കും. ഞങ്ങൾ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ ഭക്തിപൂർവ്വം ഞങ്ങൾ നോമ്പുകാരാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇതിന് തീരുമാനത്തോട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അപ്പൊ അച്ഛൻ ഈ ഫുഡൊക്കെ കൊണ്ടുവന്നു അച്ഛനാണോ? ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നാണ്, ഞങ്ങളുടെ ഇടവക്കാരല്ലേ. അപ്പോൾ ഈ ഇത്രയും ചൂടിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? വെജിറ്റേറിയൻ ഫുഡാണ്, നോമ്പുകാലമാണ്, കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊണ്ട ഫുഡാണ്. അങ്ങനെയാണ്. അതെ, ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പള്ളിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കേട്ടി പ്രാർത്ഥനയുടെ ആളുകളുണ്ട്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. പള്ളിയുടെ അകത്തുണ്ടോ? കുരിശിന്റെ വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ഇത്രയും കരുകുന്നിടയെന്ന് വന്നിരിക്കുന്ന എല്ലാ ഇടതുവചനങ്ങളും ഒന്നടങ്കം പള്ളിയുടെ ഉള്ളിൽ നിൽക്കുകയാണ്. പള്ളി നിറയെ ആൾക്കാരുണ്ട്. രാവിലെ വന്ന ആ ആളുകൾ ഇപ്പോഴും ഒരാൾ പോലും വീട്ടിൽ പോയിട്ടില്ല, എല്ലാവരും പള്ളിയുടെ അകത്തുണ്ടെന്നുള്ളത്. കാരണം ഇടവകയുടെ ഒരു ആവശ്യമാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞെന്നുള്ളതാണ് ഇപ്പോൾ. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും പോകാതെ എല്ലാവരും പള്ളിയിലുണ്ട്. അതായത് സ്ഥലത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം പുള്ളി ഇടപെടുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇതൊരു കുരിശുപള്ളിയാണെന്നോ ഇത് ഇടവകയാക്കേണ്ടത് ആലങ്ങാട് ഉത്തരവാദിത്തമാണോ, അതിലൊന്നും പുള്ളിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല, എന്നെ ആരും ചുമതല ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ ഏൽക്കുകയില്ലെന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നീട് നമുക്ക് നോക്കാം. 40 വർഷമായി ഇതൊരു കുരിശുപള്ളിയായിട്ട് ഇതുവരെയായിട്ട് സ്വതന്ത്ര ഇടവായിട്ട് തന്നിട്ടില്ല. ആലങ്കാടിന്റെ ഒരു പ്രത്യേകതയാണ് അതിപ്പോൾ. ഞങ്ങൾക്ക് മാത്രം സ്വതന്ത്ര ഇടവാക്കില്ല. MCBSന്റെ ആൾക്കാർക്കും അധികാരികളുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാത്തത്. ഇത് രൂപതയും ഇപ്പൊ ആലങ്ങാട് പള്ളി രൂപതയുടെ ഒപ്പമായി. ഇത് രൂപത ആലങ്ങാട് പള്ളിയും കൂടി ചേർന്നിട്ട് കാര്യമൊന്നും കുരിശുപള്ളിനെ ഒതുക്കി ഒരു മൂലയ്ക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പൊ രൂപത എന്താ സംസാരിച്ചു അതേ ടോണിലാണ് ഇവിടുത്തെ അച്ഛൻ്റെ സംസാരം. അതായത് നിങ്ങൾ അധികാരം, നിങ്ങൾ അനുവാദമില്ലാണ്ട് പൊതുയോഗം കൂടിയതാന്ന് പറയുന്നത്. അത് വികാരി അച്ഛനെ പൊതുയോഗത്തിൽ പങ്കെടുത്ത് രൂപതയിൽ നിന്ന് വിലക്കി. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എന്നെ അറിയിച്ചോന്ന് ചോദിക്കുന്നത്. അങ്ങനെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ആ സമയത്ത് ഇവിടെ ഓടി വരാൻ പറ്റുമോ? ഇടവക അല്ലെങ്കിൽ കുരിശുപള്ളി അംഗങ്ങൾക്ക് അവിടെ അഭിപ്രായം പറയാൻ തീരുമാനം എടുക്കാനുള്ള അവകാശമില്ലേ? അല്ലെങ്കിൽ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും മാത്രം കുത്തകയാണത്? ഇത് പൊതുജനങ്ങളുടെയാണ്. ഈ സഭ എന്ന് പറയുന്നത് വിശ്വാസികളുള്ള ഒരു സമൂഹമാണ്. വിശ്വാസികളില്ലെങ്കിൽ ഈ അച്ഛന്മാരും ബിഷപ്പുമാരും അവരുടെ സുഖ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ പിച്ചപ്പണത്തിലാണ് ഇവർ സൂഹിക്കുന്നത്. അതെ അതെ, ഞങ്ങളില്ലാണ്ട് ഇവർക്ക് സൂഹിക്കാനൊന്നും ഞങ്ങളെ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ വലിയൊരു പ്രക്ഷോഭാഗ്യങ്ങൾ മാറ്റും. ഞങ്ങൾ ഈ സംഭവം ഞങ്ങൾ രൂപത മുഴുവൻ അറിയിക്കും. കാരണം വിശ്വാസികൾ വേണം. വിശ്വാസികളും തലയിൽ ചവിട്ടി നിന്നിട്ടാണ് ഇവരൊക്കെ ആൾക്കാരായത്. ഇപ്പൊ രൂപതയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ പണിയാനായിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പണിയുന്നുണ്ട്. ഒരു 10,000 രൂപ വെച്ച് തന്നെ, എന്നാലാണ് നമുക്ക് അതിനകത്ത് അടുത്ത തവണത്തേക്ക് കയറ്റി ചേർക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഫണ്ട് മേടിച്ചിട്ട് പള്ളിയിലെ വരുമാനങ്ങളുടെ വിഹിതം മേടിക്കുന്നുണ്ടല്ലോ രൂപതയ്ക്ക്. അപ്പൊ പിന്നെ എന്താണ് അൽമാരാണ് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റും ഇവർക്ക്? അപ്പൊ ഇവർക്ക് ഇവരുടെ സുഖ സൗകര്യങ്ങൾ മാത്രം മതിയോ? അൽമായരൊന്നും വേണ്ടേ? ഇത് തന്നെയാണ് ഈ കുർബാന പ്രശ്നത്തിലുണ്ടായത്. അൽമായർ കേൾക്കാൻ ഇവർ തയ്യാറല്ല. അതിനവിടെ സംഭവിച്ചത്. അൽമായരില്ല, ഞങ്ങൾ ധാർഷ്ട്യമാണ്. അൽമായർ വേണ്ട, ഞങ്ങളാണ് സഭ എന്നുള്ള ധാർഷ്ട്യമാണ്. അൽമായരെ കേൾക്കാൻ മാർപ്പാപ്പ പറയുന്നു, സിനഡാലിറ്റി എന്ന് പറയുന്നു, അൽമായരെ കേൾക്കണമെന്ന് പറയുന്നു. അതിനിവർ തയ്യാറല്ല. ഇവരുടെ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. യേശു അതല്ല പറഞ്ഞത്. യേശു ജനങ്ങളുടെ ഒപ്പമായിരുന്നു. യേശുവിനെ പിന്തുടർന്ന് പറയുന്നു, പക്ഷെ സുഖ സൗകര്യങ്ങൾ പുറത്താണ് ഇവർ. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. രാവിലെ ആദ്യം പറയും കർത്താവിന്റെ ഒപ്പോട് കർത്താവിന്റെ പാത പിന്തുടർന്നാണ് പോണേന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ യൂദാസിന്റെ പണി. ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പൊ യൂറോപ്പിൽ എന്താ സംഭവിക്കുന്നത്? പള്ളികൾ അടച്ചുപൂട്ടി തുടങ്ങി. അതെ, മാളുകളായിട്ടും ബാറുകളായിട്ടൊക്കെ മാറ്റി തുടങ്ങി. ഇത് പതുക്കെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വരും. ഇവരുടെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ വിശ്വാസികൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ കയ്യിലിരിപ്പ് കാരണം ഇവർക്ക് ഇവരുടെ ആളുകൾ വെള്ളമെടുപ്പിട്ടവരെ കാണുമ്പോൾ ഇവർ ബാക്കി എല്ലാവരും മറക്കും. എത്ര തെണ്ടിത്തരാണെങ്കിലും വെള്ളമെടുപ്പാർ ഒരുമിച്ച് നിൽക്കുള്ളൂ. കുറച്ച് പേരുടെ കാര്യം ഞാൻ പറയുന്നത്. അച്ഛന്മാരെല്ലാവരും അല്ലെങ്കിൽ മെത്രാന്മാരെല്ലാവരും ഇങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ കുറെ പേര് ആ വർഗത്തിനെ ചീത്തയാക്കളെ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകാനായിട്ട് സഭാധികാരികൾ ഇതിനകത്ത് ഇടപെടാത്തിടത്തോളം ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വളരെ സമാധാനപൂർവ്വമായ ഒരു സമരമാണ്. ഞങ്ങൾ ആരും ചീത്ത വിളിക്കുന്നില്ല, ഒരു അക്രമങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. ഞങ്ങൾ പള്ളിയിൽ സമാധാനപരമായിട്ട് ഇരുന്നിട്ട് കൊന്ത ചൊല്ലുന്നു. ഇത് നോമ്പുകാരാണ്, കുരിശിന്റെ വഴി ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. വേറെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇനി അങ്ങനെ ആക്കി തീർക്കുന്നവരെ അങ്ങനെ ആക്കിക്കോട്ടെ. പക്ഷെ അധികാരികൾ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പള്ളി തന്നെ ഇരിക്കും. എത്ര രാത്രിയായാലും പള്ളി അടപ്പിക്കില്ല, ഞങ്ങൾ അതിനകത്തിരിക്കും. ഇതിനൊരു തീരുമാനം അച്ഛൻ പറയണം, ഞാൻ ദേ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രൂപത ഇടപെടണം. അതെ, രൂപതയിൽ നിന്ന് ആരെങ്കിലും ഇടപെട്ട് വന്ന് പറയണം, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് നമുക്കൊരു സമവായം ഉണ്ടാക്കാം.
ഈ അച്ഛൻ പറയുന്നത് ഞാൻ വന്നതിന് ശേഷം ചർച്ചകൾ നടക്കുന്നത്. ഈ അച്ഛൻ വന്നതിന് ശേഷമല്ല, കഴിഞ്ഞ 14 വർഷമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ 3 വികാരി അച്ഛന്മാർ മാറിപ്പോയതിനിടയ്ക്ക് രൂപതയിലും പല ആൾക്കാരും മാറി. എന്നിട്ടും തീരുമാനമാവാത്തത് ഇനി പെട്ടെന്ന് എന്ത് തീരുമാനമാക്കുമെന്ന് പറയുന്നത്? ഇവർക്ക് തീരുമാനമാക്കാൻ പറ്റും. ഞങ്ങൾ രാവിലെ പറഞ്ഞ പോലെ 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. അന്ന് 60-ൽ പാറേക്കാട് പിതാവ് കൊടുത്ത കൽപ്പന അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ സാഹചര്യം മനസ്സിലാക്കി കൊടുത്താണെന്നും ഇപ്പോൾ ആ പർപ്പസ് അവസാനിച്ചു. ഇതിപ്പോൾ ഇടവകയ്ക്കാണ് ഇതിൻ്റെ ഉപയോഗം, ഇടവകയ്ക്കാണ് ഇത് ഉപകരിക്കേണ്ടത് എന്നുള്ളൊരു നിലപാട് എന്ന് രൂപത എടുക്കുന്നു, അന്ന് ഈ പ്രശ്നം തീരും. 2 മിനിറ്റോട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അവരെടുക്കില്ല. അവർക്ക് ആവശ്യം ഇടവക്കാരല്ല, അവർക്ക് ആവശ്യം കോൺഗ്രിഗേഷനും അച്ഛന്മാരും അവരുടെ പണമാണ്. അവരാ നിലപാട് മാറ്റാത്തടത്തോളം, യേശുവിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാത്തടത്തോളം ഈ പ്രശ്നം തീരൂല. അവരെന്നാ നിലപാടിലേക്ക് വളർന്നു അന്നേ ഞങ്ങൾ നിർത്തുള്ളൂ. ഇത് ഞങ്ങളെ കൊണ്ട് ഇവിടെ എത്തിച്ചാണ്. ഞങ്ങൾ കഴിഞ്ഞ 14 വർഷം സമാധാനപരമായിട്ട് രൂപതാധികാരികൾ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ പോയത്. ഇതിനു മുമ്പ് ഒരു ചുള്ളിയച്ചൻ പറയുന്നത് കേട്ടാണ് ഞങ്ങൾ നിന്നത്. ഇവിടുത്തെ ഇടവക്കാർ പറഞ്ഞു ഞങ്ങൾ പ്രശ്നത്തിലൂടെ വന്നിട്ടുണ്ടെന്ന്. ഇതേവരെ വന്നിട്ടില്ല. ഇതും പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രതിഷേധം മാത്രമാണത്. ഞങ്ങൾ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുന്നത്. 10 വർഷമായി ഇപ്പൊ ഇതിന്റെ പുറകെ ഞങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഈ സാബു പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഒരു 2 മിനിറ്റ് ഇരുന്ന് ഇത് തീർക്കാവുന്ന കാര്യങ്ങളാണ്. 2 ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പറഞ്ഞു തീർക്കണം. ഇത് തീരണില്ല. അതാണ് ഇവര് ബലിപീഠത്തിൽ നിന്ന് ഒരു കാര്യം പറയും, പ്രവൃത്തി വേറെയാണ്. ഇവർക്ക് 2 കേസുകളുണ്ട്. ചന്തയില് പഞ്ചായത്തോട്ടൊരു കേസുണ്ട്, കൊടുവഴങ്ങൽ ഒരു സ്ഥലത്തിന്റെ കേസുണ്ട്. അത് നടത്തുന്നതാണ് പള്ളി പറഞ്ഞത്. ആ തലവേദനകളുണ്ട്, അതിനോട് ഇത് കേൾക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ സ്ഥലമല്ല, ഇത് ആലങ്ങാട്ട് പള്ളിയുടെ പേരിൽ അവിടുത്തെ നിവാസികൾക്ക്, ക്രിസ്ത്യർക്ക് ഉപകരിക്കാൻ വേണ്ടി ഒരു വ്യക്തി ദാനം ചെയ്ത സ്ഥലമാണ്. അത് വേറെ ആൾ കൈയടക്കിയെങ്കിൽ അത് തിരിച്ചെടുത്ത് ഞങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിന് കഴിഞ്ഞ് പറയാൻ അവർക്ക് പറ്റുമൊന്നുമില്ല. സ്ഥലത്തിനോട് ബസ്സിൽ ഞങ്ങൾ വേറെ ഉത്തരവാദിത്തം പറയുന്നത് ശരിയല്ലല്ലോ. ശരി, താങ്ക് യു. കർത്താവിൻ്റെ ഒപ്പം കർത്താവിൻ്റെ പാത പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് വരികയും പിന്നീട് സംസാരത്തിലേക്ക് നീങ്ങി കഴിയുമ്പോൾ യൂദാസിൻ്റെ പണിയെടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നത്. 2 ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പറഞ്ഞു തീർക്കുന്നു. പക്ഷേ ഈ വിഷയം തീർക്കാൻ തയ്യാറല്ല. നേരത്തെ വന്ന് സംസാരിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞത് വളരെ ധാർഷ്ട്യമായ ശൈലിയിലൂടെയാണ്. എന്തായാലും ഇതൊക്കെ വിശ്വാസികൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോയാൽ പള്ളിയിലേക്ക് വരേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സഭാ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണുന്നത് വരെ പള്ളിയിൽ നിന്നും പോവില്ല എന്നാണ് വിശ്വാസികളുടെ ഉറച്ച നിലപാട്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.